ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് SAA ആസാദിനെതിരെ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ ഭരണസമിതി പ്രമേയം അവതരിപ്പിച്ചത് CPMന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് DCC സെക്രട്ടറി NR സതീശൻ. ഇത്തരം തരം താഴ്ന്ന പണി CPIM അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നും NR സതീശൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി വടക്കാഞ്ചേരി നഗരസഭ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും LDFും CPIMും ഒക്കെ തന്നെ വികസന കാര്യങ്ങൾ ഒന്നും തന്നെ പറയാൻ അവരുടെ മുന്നിലില്ല. സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ശരിയായി ചർച്ച ചെയ്യപ്പെടേണ്ട വികസന പ്രവർത്തനങ്ങളൊന്നും ചർച്ച ചെയ്യാൻ അവർക്കില്ലാത്തത് കൊണ്ട് വിഷയത്തെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൃത്യമായി സംഘടനാ പ്രവർത്തനവും അതുപോലെ തന്നെ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളെ അവഹേളിക്കുന്ന രീതിയിൽ CPM പോകുമ്പോൾ അവരുടെ രാഷ്ട്രീയ പാപ്പരത്വമായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പണി അവർ നിർത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്വാഭാവികമായിട്ട് മുനിസിപ്പൽ കൗൺസിൽ എല്ലാ വ്യക്തികളിലെയും എല്ലാ ആളുകളുടെയും വീടുകളിലൊക്കെ കുടുംബ പ്രശ്നങ്ങളുണ്ടാവാം. അത് അവിടെ നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവാദപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ല. അപ്പോൾ മറ്റൊന്നുമില്ലാത്തതുകൊണ്ടാണ് LF ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ അവിടെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. എന്തായാലും രാഷ്ട്രീയമായും നിയമപരമായും ആസാദിൻ്റെ അതിൽ വന്നിട്ടുള്ള ആസാദിനെതിരെ വന്നിട്ടുള്ള വിഷയത്തെ കേരളത്തിൻ്റെ വടക്കാഞ്ചേരിയിലെ പൊതുസമൂഹം അവജ്ഞയോടെ തള്ളിക്കളയും. ആസാദ് എന്താണെന്നും ഈ ആക്ഷേപം ഉന്നയിച്ച ആളുകൾ എന്താണെന്നും ഈ പ്രദേശത്തെ ആളുകൾക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇതിനെയൊക്കെ തന്നെ കൃത്യമായി അവജ്ഞതയോടെ വടക്കാഞ്ചേരിയിലെ പൊതുസമൂഹം തള്ളിക്കളയുമെന്ന് കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 10 വർഷക്കാലം LDF നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ ഇല്ലാത്തതിനാലാണ് വിഷയം വഴിതിരിച്ചുവിട്ട് ആളുകളെ അവഹേളിക്കുന്ന തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അഴിമതി നടത്തി ജയിലിൽ കിടന്നവരാണ് ഇതിന് പിന്നിലെന്നും സതീശൻ ആരോപിച്ചു. 13 മാസക്കാലം കരുവന്നൂർ കേസുമായി ജയിലിൽ കഴിയുന്ന കാലത്ത് കാട്ടാത്ത വ്യാഗ്രതയാണ് ഇല്ലാത്ത കാര്യത്തിൽ നഗരസഭ പ്രമേയം പാസാക്കിയതിലൂടെ കാണിക്കുന്നത്. 13 മാസക്കാലമായി കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. അതിൽ പ്രതി ചേർക്കപ്പെട്ട് 13 മാസക്കാലം കാക്കനാട് ജയിലിൽ കിടന്ന PMLലെ പ്രതിയാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള കൗൺസിലർ. അന്നൊന്നും CPM കാണിക്കാത്ത ഒരു വ്യഗ്രത സ്വാഭാവികമായിട്ട് ഈ പ്രദേശത്തെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നുവെങ്കിൽ പ്രമേയം വഴി അദ്ദേഹത്തെ മാറ്റി നിർത്താമായിരുന്നല്ലോ. പ്രമേയം വേണ്ട, അവർക്ക് മാറ്റി നിർത്തിക്കൊണ്ട് കൗൺസിൽ സ്ഥാനത്ത് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണത്തെ സ്വാഗതം ചെയ്യാമായിരുന്നല്ലോ. നഗരസഭയുടെ ഇത്തരം നടപടിയെ പൊതുസമൂഹം അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു. You are watching VCV News.